ഹലോ, ഇന്ന് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഇതുപോലത്തെ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രാഫ്റ്റുകാരുടെ സ്വന്തം പിസ്താഷ്യൽ. അങ്ങനെ എല്ലാവരെയും പോലെ ഞാനും കുറേ പിസ്താഷ്യൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഒരു ട്യൂലിപ്പ് ഫ്ലവറിന് 4 പിസ്താഷ്യൽ മാത്രം മതി. പിന്നെ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ചെറുതും 2 വലിയ പിസ്താഷ്യലും ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടുന്നത് ഇതുപോലൊരു തീപ്പെട്ടിയാണ്. തീപ്പെട്ടി ഇല്ലെങ്കിൽ ഈർക്കലായാലും മതി. ഇവിടെ ഞാൻ ആ തീ കത്തിക്കുന്ന പോർഷൻ ബ്ലേഡ് വെച്ചൊന്ന് മാറ്റുന്നുണ്ട്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പിസ്താഷ്യല് മാറ്റ് സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂവോ അതല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഇല്ല. ആകെയുള്ളത് നമ്മുടെ ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോൾ വെച്ച് ഒട്ടണമെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം ടിഷ്യൂ പേപ്പർ മതി. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതുപോലെ നമ്മൾ പിസ്താഷ്യലിലും ഒട്ടിച്ചു കൊടുക്കണം. അതായത് കുറച്ച് ടിഷ്യൂ എടുക്കണം, എന്നിട്ട് പിസ്താഷ്യലിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കണം. പിസ്താഷ്യലിൻ്റെ അകം മുഴുവനും ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിക്കലും, ജസ്റ്റ് ആ ഒരു കുഴി കാണുമല്ലോ, ആ പോർഷനിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ബാക്കി 3 പിസ്താഷ്യലിലും ചെയ്യണം. ഇനി നമുക്ക് ഈ പിസ്താഷ്യലും കമ്പുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പോഴാണൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ആ ഗം ഒട്ടിക്കുന്ന ഭാഗം വീഡിയോ എടുത്തില്ല. പക്ഷെ കുഴപ്പമില്ല, അടുത്ത പിസ്താഷ്യലിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പിസ്താഷ്യലിൻ്റെ അകത്ത് ഇതുപോലെ ഫെവിക്കോൾ ഒട്ടിക്കണം. പിന്നെ നേരത്തെ ആണെങ്കിൽ കമ്പിലും ഒട്ടിക്കണമായിരുന്നു. അപ്പം ഞാൻ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒട്ടിച്ച പിസ്താഷ്യലിൻ്റെ ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ ഒട്ടിക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലേ നമുക്ക് ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇനിയും കുറച്ച് നേരം നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫെവിക്കോൾ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് വെക്കും. ഇപ്പം തന്നെ ഒരു ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതുപോലെ ഒരു 4 അതിൽ കൂടുതൽ ചെയ്തെടുക്കാം. ഞാനൊരു 6 ചെയ്തെടുത്തായിരുന്നു. ഇനി ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സിന് ഇലകൾ വേണ്ടേ, അപ്പോൾ അതിന് ഒരു ഈർക്കൽ കമ്പുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനൊരു ചെറിയ കമ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ ട്യൂലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ലീവ്സിന് കുറച്ച് നീളമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒട്ടിക്കണം. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കയറ്റി മാസ്കിംഗ് ടേപ്പ് കവർ ചെയ്യലും, അങ്ങനെയാണെങ്കിൽ അറ്റം നല്ല പെർഫെക്റ്റ് ആകില്ല. അപ്പം ഇവിടെ കുളവായെങ്കിലും ഞാൻ ബാക്കി അടുത്ത ചെയ്ത ലീവ്സിലൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീവ്സ് ഇങ്ങനെ ജസ്റ്റ് വളച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ച് ഒറിജിനാലിറ്റിയൊക്കെ തോന്നും. അങ്ങനെ ഞാനിവിടെ ഒരു 3 ലീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പിങ്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എസ്തെറ്റിക്കായിട്ട് ബോട്ടിൽ ഓപ്പൺ ചെയ്യാനാണ് ഞാനിവിടെ നോക്കിയത്, പക്ഷെ പണി പാളിയിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇവരൊക്കെ എങ്ങനെ ഇത് എടുക്കുന്നതെന്ന് വരെ ചിന്തിക്കും. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. ഓരോ ഫ്രെയിം ഓരോ ആംഗിളിലാണേ. ഇവിടെ ഒരു ആംഗിളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന പാട് അതെനിക്ക് മാത്രം അറിയാം. ഓക്കെ, നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ എല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാൻ വെക്കാം. ഞാൻ തെർമോക്കോളിലാണ് കുത്തി വയ്ക്കുന്നത്. അങ്ങനെ എല്ലാ ട്യൂലിപ്പ് ഫ്ലവേഴ്സും ഇതുപോലെ പെയിൻ്റ് അടിക്കാം. ഇനി നമുക്ക് ഇലകൾക്കും കളർ കൊടുക്കാം. അപ്പം അതെല്ലാവർക്കും അറിയാമല്ലോ, അപ്പം അതുകൊണ്ട് വെറുതെ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോഴേക്കും ട്യൂലിപ്പ് ഫ്ലവേഴ്സ് എല്ലാം ഉണങ്ങിക്കാണും. അപ്പം നമുക്ക് കമ്പിൽ ഗ്രീൻ കളർ അടിക്കാം. ഇനി ഇതെല്ലാം ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്ലവേഴ്സ് സെറ്റാണ്. അപ്പോൾ ചെറിയ ട്യൂലിപ്പ് ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ ചെറിയ ബോട്ടിലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ വാനില എസൻസിൻ്റെയൊക്കെ ഒരു ബോട്ടിലില്ലേ, അതാണ് ഞാൻ കഴുകി എടുത്തേക്കുന്നത്. ഇനി ഈ ബോട്ടിലിന് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ലൈറ്റ് ബ്ലൂ ഇല്ല. അപ്പം നമുക്ക് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്താൽ ലൈറ്റ് ബ്ലൂ ആകണമല്ലോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് ലൈറ്റ് ബ്ലൂവിന് പകരം ഒരു വയലറ്റ് ഷെയ്ഡാണ് വന്നത്. അപ്പോൾ അതെനിക്കത്ര താല്പര്യമില്ല. ഇതിനു മുന്നേ ഒരു ക്രാഫ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് ഈ വയലറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് കിട്ടാത്തത് ഇന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം അവർ പറയുന്നത് ഗ്രീൻ ആഡ് ചെയ്താൽ ലൈറ്റ് ബ്ലൂ ആകുമെന്ന്. ഒരുപാടൊന്നും ഇടണ്ട, ഒരു ഡ്രോപ്പ് ഇട്ടാൽ മാത്രം മതി. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ ബ്ലൂ കളർ എനിക്ക് കിട്ടി. ഈ പ്ലേറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിയൽ കളർ മനസ്സിലാവാത്തത്.
ഞാനും ആദ്യം വിചാരിച്ചത് എന്ത് കളറാണെന്ന്, പക്ഷേ വൈറ്റ് പേപ്പറിൽ അടിച്ച് നോക്കിയപ്പോഴാണ് ലൈറ്റ് ബ്ലൂ ആണെന്ന് അറിയുന്നത്. അപ്പം ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ ഞാൻ സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്പോഞ്ച് പെയിൻറ്റിങ് ചെയ്താൽ ഒരു ടെക്സ്ചർ കിട്ടുമല്ലോ, അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും വീഡിയോയിൽ പോലും ഇതിൻ്റെ റിയൽ കളർ കാണാൻ പറ്റുന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്, അതായത് ടെർക്കോയിസും ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തൊരു കളറ്. ചിലപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് കളർ കാണാൻ പറ്റാത്തത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഈ ബോട്ടിലിൽ അറേഞ്ച് ചെയ്യാം. ആദ്യം ഞാൻ ലീവ്സ് ഇല്ലാതെയാണ് അറേഞ്ച് ചെയ്തത്, അപ്പോൾ എനിക്ക് ലീവ്സ് ഉള്ളതാ ഭംഗിയെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ലീവ്സ് ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കാണുന്ന ഭംഗി ഈ വീഡിയോയിൽ വന്നിട്ടേ ഇല്ല. എനിക്ക് വീഡിയോ എടുക്കാനറിയാത്തതാണോ അതോ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണോ എന്താണെന്നറിയത്തില്ല, ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി വീഡിയോയിൽ എന്തായാലും കിട്ടിയിട്ടില്ല. ഞാനാണെങ്കിൽ ഓരോ റൂംസിൽ ഓരോ സമയത്ത് വീഡിയോ എടുത്ത് നോക്കി, എന്നിട്ട് പോലും ഇതിൻ്റെ കറക്റ്റ് കളറ് വരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അതിൻ്റെ ഭംഗി വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.